ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് തൻ്റെ കട കോർപ്പറേഷൻകാർ കൊണ്ടുപോയതിൻ്റെ ദുഃഖത്തിൽ ആകെ കരഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ് രേവതി. ഈ ഒരു സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നിട്ട് സച്ചിനെ കാണുന്ന സമയത്ത് രേവതിയുടെ സങ്കടം കൂടി വരുവാണ്. സച്ചിയെ കാണുമ്പോൾ തന്നെ രേവതി ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് സച്ചിയേട്ടാ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റി രേവതി, നീ എന്തിനാ കരയുന്നു എന്നൊക്കെ നമ്മുടെ സച്ചി ചോദിക്കുന്ന നേരത്ത് തൻ്റെ കട നഷ്ടപ്പെട്ടു എന്ന് രേവതി പറയുകയാണെങ്കിൽ സച്ചിക്ക് വലിയൊരു ഷോക്കാവാണ്. സച്ചി വേഗം തന്നെ പറയുന്നുണ്ട്, ആരാ നിൻ്റെ കട കൊണ്ടുപോയത്, എന്താ പറ്റിയ കാര്യം തുറന്നു പറ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കോർപ്പറേഷൻകാർ കൊണ്ടുപോയതാണ്, ആരും നമ്മുടെ കട അവിടെ ഇരിക്കുന്നതിൻ്റെ പേരിൽ പരാതി കൊടുത്തതിൻ്റെ പേരിലാണ് അവർ കൊണ്ടുപോയത് എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും സച്ചിക്കും അത് ഭയങ്കര വിഷമമുണ്ട്. വിഷമമാവുമ്പോൾ മാത്രമല്ല സച്ചി ആരായിരിക്കും കംപ്ലൈൻറ്റ് കൊടുത്ത് അവനെ ഞാനൊന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് തന്നെ ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് അതിന് ശേഷം അകത്തേക്ക് ചെന്നതിന് ശേഷവും സച്ചി ഒച്ചപ്പാടും ബഹളവും തന്നെ നടത്തുകയാണ്. കോർപ്പറേഷൻകാർക്ക് എന്ത് അധികാരം ഉണ്ടായിട്ടാണ് ആ ഒരു കട എടുത്തിട്ട് പോയത്, ഇതുപോലെ പല പല കടകൾ അവിടെ ഉണ്ടായിട്ട് അതൊന്നും കൊണ്ടാവാതെ തന്നെ രേവതിയുടെ ഒരു ചെറിയ കടകൾ മാത്രം എടുത്തുകൊണ്ട് പോകാനുള്ള കാരണം എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുന്ന സമയത്ത് ശ്രുതി പറയുകയാണ്, അത് കോർപ്പറേഷൻകാർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നടക്കുന്ന വഴിയിൽ പൊതുവഴിയിലായിട്ട് അങ്ങനെ അവരുടെ അനുവാദം ഇല്ലാതെ കടകളൊന്നും തന്നെ വെക്കാൻ പാടുള്ളതല്ല, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതാവും വിധി എന്നൊക്കെ ശ്രുതി പറയുന്ന സമയത്ത് സച്ചി ശ്രുതി ഒന്ന് രൂക്ഷമായിട്ട് നോക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നുണ്ട്, നീ എന്തിനാ എന്നെ നോക്കുന്നത്, ഞാനുണ്ടായ കാര്യമാണ് പറഞ്ഞത്, ആരോ ഒരാൾ കംപ്ലൈൻറ്റ് കൊടുത്തു, എന്തായാലും ആ ഒരു കട അവിടെ ഇരിക്കുന്നത് കൊണ്ട് ആർക്കൊക്കെയോ എന്തൊക്കെയോ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ ശ്രുതി പറയുന്ന നേരത്ത് ചന്ദ്രൻ പറയുന്നുണ്ട്, അതെ ആ ഒരു കട കൊണ്ട് എന്താ ബുദ്ധിമുട്ട്, എൻ്റെ മനസ്സ് ദൈവം കണ്ടു, എൻ്റെ സങ്കടം കണ്ടുകൊണ്ടാണ് ദൈവം അങ്ങനെ ഒരു തീരുമാനം എടുത്ത് അവളുടെ ആ കട കൊണ്ട് എന്താ ഉപകാരം ഉണ്ടായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ചന്ദ്ര. ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്ക് രേവതിക്ക് ഭയങ്കരമായിട്ട് തന്നെ സങ്കടം കൂടി വരികയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് രവി പറയുന്നുള്ളതും മിണ്ടായിരിക്കുന്നുണ്ട് ചന്ദ്ര, രേവതി മോൾ ആകെ സങ്കടത്തിലാണ്, ഇനി അതിൻ്റെ കൂടെ നിൻ്റെയോടും കുത്തുവാക്കുകൾ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷവും നമ്മുടെ രേവതി കരച്ചിൽ നിർത്തുന്നില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ സച്ചി എന്ന് സമാധാനിപ്പിക്കുന്നതൊക്കെ ഉണ്ടെങ്കിലും രേവതിയുടെ സങ്കടം തീരുന്നില്ല കേട്ടോ. രേവതി വീണ്ടും സങ്കടത്തോട് എന്നിട്ട് പറയുകയാണ്, ഈ ഒരു ചെറിയ പൂക്കടയിൽ നിന്ന് വലിയ വലിയ കടകൾ നമുക്ക് ഉയർത്താമെന്ന് സ്വപ്നം കണ്ടതായിരുന്നു ഞാൻ, ആ ഒരു സ്വപ്നങ്ങളെല്ലാം തന്നെ വെറുതെ ആയില്ല സച്ചിയായിട്ട്, ഇനി എനിക്ക് അടുക്കളയിൽ തന്നെ കഴിഞ്ഞു കൂടാനാണ് എൻ്റെ വിധി, പതിയെ കാല് വെച്ച് ഉയരാമെന്ന് നോക്കിയാലും ആരും തന്നെ സമ്മതിക്കുന്നില്ലല്ലോ, ഇടിച്ച് താഴ്ത്തി ഇടുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി എണ്ണിപ്പിറക്കി കരയാണ് കേട്ടോ. ഈ ഒരു സമയം സച്ചി പറയുന്നത്, രേവതി ഇതെല്ലാം കൊണ്ടൊന്നും അവസാനിച്ചില്ല, നീ സങ്കടപ്പെടലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം തന്നെ നമ്മുടെ സ്വപ്നമായിരുന്നു സച്ചിയായിട്ട്, അതല്ലേ ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു പോയി എന്നൊക്കെ പറഞ്ഞ് രേവതി പൊട്ടിക്കരയുന്നുണ്ട്. ഈ ഒരു സമയത്തും ചന്ദ്ര രേവതിയെ കുറ്റപ്പെടുത്തി തന്നെ സംസാരിക്കുകയാണ്. ചന്ദ്രയ്ക്കുള്ള നല്ല മറുപടിയും രവി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, ചന്ദ്രയുടെ വായ അടച്ചു വെക്കുകയും ചെയ്യുകയാണ് കേട്ടോ. അതിനുശേഷം രേവതി വളരെയധികം സങ്കടത്തോടെ തന്നെ അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് സച്ചിയോടായിട്ട് രവി പറയുന്നത്, സച്ചിമോനെ നീ കൂടെ ചെല്ല്, രേവതി മോൾ ആകെ സങ്കടത്തിലാണ്, രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല, നീ അവളുടെ അടുത്ത് നിന്ന് സമാധാനിപ്പിക്കുക എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. പോകുന്നതിന് മുന്നേ സച്ചി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ, ഈ കോർപ്പറേഷൻ ഇങ്ങനെ പരാതി കൊടുത്തത് ആരായാലും അവനെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്തിരിക്കുക, അവൻ ആരായാലും എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ പറ്റുകയില്ല എന്നൊക്കെ നമ്മുടെ ചന്ദ്രയെ നോക്കി പറയുന്ന സമയത്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എന്നോട് ഇങ്ങനെ എന്നെ നോക്കി പറയുന്നത്, അതിന് ഞാനാണ് പരാതി കൊടുത്തതെന്നാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ നോക്കി പറഞ്ഞതല്ല, ആരായാലും അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യപ്പെട്ട് തന്നെയാണ് അകത്തേക്ക് കയറി ചെല്ലുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ രവി ഇരുവരും പോയി കഴിയുമ്പോൾ തന്നെ ചന്ദ്രയെ രൂക്ഷമായി നോക്കുമ്പോഴത്തേക്കും രവിയോടായിട്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ രവിയായിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നത്, ഇനി അവൻ പറയുന്ന പോലെ ഞാൻ പരാതി കൊടുത്തു എന്നാണ് നിങ്ങളും ചിന്തിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ അതേ രീതിയിൽ നോക്കിയതല്ല നിന്നെ, പക്ഷെ ആരായാലും അത് അത്ര നല്ല കാര്യമൊന്നുമല്ല, രേവതി മോൾ നന്മ ചെയ്യുന്ന ഒരാളാണ്, അവർക്ക് അതുകൊണ്ട് തന്നെ അവളെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല, ഇത് പോയി കഴിഞ്ഞാൽ മറ്റൊരു വഴിയിലൂടെ അവർക്ക് വഴി കാണിച്ചു കൊടുക്കും ദൈവം, അതുകൊണ്ട് തന്നെ ഒരിക്കലും രേവതി മോളെ തകർക്കാനാവുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് രവി അകത്തേക്ക് കയറി പോകുന്നത് കേട്ടോ. രവി പോയതിൻ്റെ തൊട്ടുപുറകെ തന്നെ നമ്മുടെ ചന്ദ്രയും ശ്രുതിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് വളരെയധികം സന്തോഷത്തോട് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, നീ മുറിയിലേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ഇങ്ങനെ ശ്രുതിനെ തന്നെ സന്തോഷത്തോട് ഞാൻ നോക്കി നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ എന്നെ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിന്റെ തല നിറച്ചും ബുദ്ധിയല്ലേ, നിനക്ക് രാഷ്ട്രീയത്തിൽ നല്ല ഭാവിയുണ്ട്, എതിരാളികളെ അടിച്ചു വീഴ്ത്താൻ നിനക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുമ്പോഴത്തേക്കും ആൻറ്റി എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ശ്രുതി പറയുമ്പോഴത്തേക്കും അല്ല, ഒരൊറ്റ കോൾ വിളിയിലൂടെയല്ല നീ എല്ലാം തകർത്ത്, എൻ്റെ ആഗ്രഹം പോലെ തന്നെ നീ എല്ലാം സാധിച്ചു തന്നില്ലേ, എനിക്ക് ഒരുപാട് സന്തോഷമായി ശ്രുതി, നീയാണ് എൻ്റെ മനസ്സറിഞ്ഞ മരുമകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിനെ പുകഴ്ത്തി പറയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നത്, ആദ്യം സങ്കടപ്പെട്ടിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുകയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്തായാലും അവളുടെ കട അവിടെ നിന്ന് പോയി കിട്ടിയില്ല, ആൻറ്റിക്ക് സന്തോഷമായല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് സന്തോഷമായോന്ന്, എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല ശ്രുതി, ഞാൻ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലാണ്, എന്തായാലും എനിക്ക് ഇനി എന്താ പറഞ്ഞു തരുന്നതെന്ന് അറിയില്ല, മോളെ ഇവിടെ ഇരിക്കും, നിനക്ക് ഞാൻ ജ്യൂസും കൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയം തന്നെ ടെറസിലേക്ക് ചെന്നിരിക്കുന്ന രേവതി ഒരുപാട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് കോർപ്പറേഷൻകാർ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോയതും
അമ്മ തന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞ വാക്കുകളും എല്ലാം ഓർത്ത് രേവതി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി എന്നിട്ട് ചോദിക്കുന്നുണ്ട്, രേവതി നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, നീ ആ ഒരു വിഷയം ഇതുവരെ വിട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അതെങ്ങനെ വിടാനാവും സച്ചിയേട്ടാ, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു പോയി, ആരും ഒരാൾ പരാതി കൊടുത്ത ആ പരാതിയുടെ പേര് തകർന്നത് നമ്മുടെ ജീവിതമല്ലേ സച്ചിയേട്ടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ അത് വിട് രേവതി, ഇതുപോലെ എന്തോരം തകർച്ചകൾ എനിക്കുണ്ടായി, അതിൽ നിന്നെല്ലാം ഞാൻ ഉയർന്നെഴുതിയിട്ടില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ സച്ചി പറയുന്ന നേരത്ത്, അതല്ല സച്ചിയേട്ടാ, ഒരു ചെറിയ പക്ഷി അത് ആദ്യമായി ചിറക് വിടർത്തുന്ന അവസ്ഥയിലാണ് എൻ്റേത്, ആ ഒരു സമയത്ത് ഇരുട്ട് വീണ് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ, ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത് എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും, നീ സങ്കടപ്പെടാതിരിക്കും രേവതി, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാൻ നിൻ്റെ കൂടെ ഞാനില്ലേ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അത് നമ്മൾ സച്ചി ഒരുപാട് നമ്മുടെ രേവതിനെ സമാധാനിപ്പിച്ച് നിർത്താനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം സച്ചി പറയും, നീ ഭക്ഷണം കഴിച്ചില്ലല്ലോ, നീ ഇന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക്, എനിക്ക് വേണ്ട സച്ചിയേട്ടാ എന്ന് നമ്മുടെ രേവതി മറുപടി പറയുന്നുണ്ട്. അതെന്താ ഭക്ഷണം വേണ്ടാത്ത, നീ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചില്ലല്ലോ, നീ എന്തായാലും കുറച്ചേരം കഴിക്കുക രേവതി എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും, എനിക്ക് വേണ്ട സച്ചിയേട്ടാ, വിശപ്പില്ലാത്തതുകൊണ്ടാണ് രേവതി മറുപടി പറയുകയാണ്. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നത്, നിനക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട എന്ന് രേവതിയുടെ മുഖത്ത് നോക്കി പറയുന്ന സമയത്ത് രേവതി വളരെ ദയനീയമായ രീതിയിൽ തന്നെ സങ്കടത്തോട് സച്ചിയെ നോക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.